ഹലോ, ഇതെൻ്റെ ലഞ്ച് ടൈമാണ്. 12:30 അപ്പോൾ കുറച്ച് ചോറും കാരക്കുഴമ്പും പയർ മെഴുക്കുവരട്ടി 2 മുട്ടയുടെ ഓംലെറ്റ്, ഇതാണ് എൻ്റെ ലഞ്ച്. 12:30 ഞാൻ ലഞ്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 4:30 മണിയായപ്പം കോഫി കുടിച്ചു. കോഫി വിത്തൗട്ട് ഷുഗറാണ് കുടിച്ചത് 4:30 മണിക്ക്. അര ഗ്ലാസ്സേ ഉള്ളൂ, അപ്പോൾ അത് കാരണം അങ്ങനെ തോന്നുകയാണ്. അപ്പം കോഫി കുടിച്ചു. ഇച്ചിരിയെങ്കിലും കോഫി കുടിക്കാതെ എനിക്ക് പറ്റത്തില്ല. കോഫി ഇല്ലെങ്കിൽ ചായ ഈവനിങ് ഞാൻ കുറച്ച് കുടിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 6 മണിയായപ്പം 3 ദോശയും ഉച്ചയ്ക്കുള്ള കറിയുടെ ബാക്കി വെച്ച് കഴിച്ചു. പിന്നെ ഇതാ കാണുന്നില്ലേ കുപ്പി വന്നിട്ട്, ഈ കുപ്പിയിൽ ഒരു 3 ലിറ്റർ, അതായത് ഈ കുപ്പി 3 പ്രാവശ്യം തീരുന്ന അനുസരിച്ച് ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ 3 ലിറ്റർ ഒരു ദിവസം ഞാൻ വെള്ളം കുടിക്കും മാക്സിമം. അപ്പം ദോശ കഴിച്ച് വെള്ളവും കുടിച്ചു. ഈ കുപ്പിയാണ് എൻ്റെ ബോട്ടിൽ, അപ്പോൾ ഇതിൽ വെള്ളം കുടിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ കുറച്ച് വാക്കിംഗ് ചെയ്തായിരുന്നു, അത് ഞാൻ റെക്കോർഡ് ചെയ്തില്ല. അതൊരു 45 മിനിറ്റ്സ് വാക്കിംഗ് ചെയ്തു. ഞാൻ പൊതുവേ 1 ഹവറാണ് വാക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ 45 മിനിറ്റ്സ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് വേറെ ജോലി ഉണ്ടായിരുന്നുണ്ട്, അപ്പം വിട്ടതുകൊണ്ട് ഈവനിങ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി വാക്കിംഗ് കൂടെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം മണി 6:30 7 മണി വരെ വാക്കിംഗ് ചെയ്തിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉറപ്പായിട്ട് എന്തായാലും കുറച്ചെങ്കിലും നടക്കണം, എന്നാലേ ഷുഗർ സ്പൈക്ക് ആവാതിരിക്കുള്ളൂ. അപ്പം ഞാൻ പാഡോമീറ്റർ എന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എത്ര സ്റ്റെപ്സ് നടന്നെന്ന് നോക്കാറുണ്ട്. അത് ഞാൻ അവസാനം അറ്റാച്ച് ചെയ്ത് തരാം. പൊതുവേ ഞാൻ 10,000 സ്റ്റെപ്സൊക്കെ ഒരു ദിവസം നടക്കും, 7,000 8,000 ഒക്കെ. ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് 6,000 സ്റ്റെപ്സ് നടക്കാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ BMI വാല്യൂ വെച്ചിട്ട് എനിക്ക് 6,000 സ്റ്റെപ്പ് നടന്നാലും മതി. അത് നമുക്ക് ChatGPTയിലിട്ട് നോക്കാം, നമുക്ക് എത്ര സ്റ്റെപ്സാണ് ഒരു ദിവസം നടക്കേണ്ടത് എന്നൊക്കെ. ഇതാണ് 6,004 സ്റ്റെപ്സ് നടന്ന് 1 hour